റിലീസ് ആയതിന് പിറ്റേ ദിവസം തൊട്ട് ആളൊന്നും മിണ്ടുന്നില്ല. അപ്പം കോക്ക് വീഡിയോ ഇറക്കിയ സമയത്ത് അഖിലിനോട് ഒന്ന് പറഞ്ഞു, നീ ഒന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അല്ലെങ്കിൽ ന്യായീകരിക്കണം എന്നല്ല, ഈ പടം കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അഖിലേട്ടൻ റെഡിയില്ല. അഖിലേട്ടൻ ഓക്കെ നെഗറ്റീവ് റിവ്യൂ വന്നതുകൊണ്ട് അഖിലേട്ടൻ റെഡിയില്ല. ഇതിന്റെ പേരിലാണ് പ്രൊഡ്യൂസേഴ്സ് അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഒരുപാട് പേര്, പക്ഷേ ഇത് സത്യമാണ്, ഒരുപാട് പേര് അഖിൽ ഈ പടത്തിൽ അഭിനയിച്ചതിന്റെ കാരണം സിനിമ കാണാത്ത ആൾക്കാരുണ്ട്. മറ്റു കാണുമായിരുന്നെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കാണാത്തവരുണ്ട്. അതിനർത്ഥം അത് അഖിലിന് ഓൾറെഡി ഉള്ള ഹേറ്റേഴ്സ് ആയതുകൊണ്ടാണ്. അത് അഖിൽ മാത്രമല്ല, ലക്ഷ്മി ഉള്ളതുകൊണ്ട് ഈ പടം കാണാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കമന്റ് ബോക്സ് എടുത്താൽ നോക്കുന്നത് ലക്ഷ്മി ഉള്ള പടം ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് ആ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെ LGBTQ എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ പടത്തിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഖിൽ മാത്രമല്ല കാരണം, ലക്ഷ്മിയുടെ ഇഷ്യൂസ് ഉണ്ടായി, അതുകൊണ്ടാണ് കാരണം. പിന്നെ പടം മോശം തോന്നിയ ആൾക്കാരും കാണില്ല. പണി സിനിമ പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്, പണി സിനിമയിലെ അവസരം പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഉള്ളംകൊല്ലിയിൽ കാസ്റ്റ് ചെയ്തത്, ഇതിലേക്ക് വന്നത് അഖിൽ മാരാർ. അതെന്തുകൊണ്ടാണ്? അപ്പൊ പണി സിനിമ എന്തിനു വേണ്ടാന്ന് വെച്ചുള്ള വ്യക്തിപരമായ താല്പര്യമായിരിക്കും.